ഞങ്ങളുടെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. അതിൽ ഡെമോക്രാറ്റിക് ഇല്ല, സോഷ്യലിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്, നേരെ പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സംവിധാനമാണ്. അപ്പോൾ വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ കൊടുത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ സ്വീകരിക്കാൻ CPM തയ്യാറാവും. ലീഗിന്റെ പിന്നിൽ വളരെ ശക്തമായിട്ടുള്ള 4 ഇസ്ലാമിക ശക്തികളാണ് ഉള്ളത്. 13 ക്രൈസ്തവ സഭകൾ കേരളത്തിൽ പ്രബലമായിട്ടുണ്ട്. പക്ഷെ ഈ 13 എണ്ണത്തിന് ഒരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ 32 നേതാവിനെ കാണിക്കാം. ഭരണം ഇടതുപക്ഷത്താണെങ്കിലും വലതുപക്ഷത്താണെങ്കിലും മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ UDF-ഉം LDF-ഉം അതിന് കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ മുസ്ലിം ലീഗ് എത്ര മന്ത്രിമാരെ വരെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു മന്ത്രിസഭ രൂപീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 7ാം മന്ത്രി വരെ ആയിരിക്കുമോ? സർ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ LDF വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, വീണ്ടും UDF പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് UDF-ൽ നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടുമില്ല. മുസ്ലിം ലീഗിന് അധികാരമില്ലാതെ അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും. അധികാരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ, പ്രത്യേകിച്ച് അവരുടെ വർഗ താല്പര്യത്തിന് വേണ്ടി, മുസ്ലിങ്ങളുടെ വർഗ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് KM ഷാജി കഴിഞ്ഞ ദിവസം വ്യക്തമായിട്ട് പറയുണ്ടായി. ഞങ്ങളുടെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. അതിൽ ഡെമോക്രാറ്റിക് ഇല്ല, സോഷ്യലിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്, നേരെ പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സംവിധാനമാണ്. അപ്പോൾ അവർക്ക് അധികാരമില്ലാതിരുന്നാൽ സാധ്യമല്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയില്ല, കാരണം ഞങ്ങൾക്ക് അധികാരമില്ലായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനെ ഇന്ന് വരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല, തള്ളി പറഞ്ഞിട്ടുമില്ല. അത് പാർട്ടിയുടെ ലൈനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അധികാരമില്ലാത്തടത്ത് മുസ്ലിം ലീഗ് അധികകാലം നിൽക്കില്ല. ഈ 10 കൊല്ലം എന്നൊക്കെ പറയുന്നത് പരിധി കഴിഞ്ഞ ഒരു ക്ഷമയാണ്. അതുകൊണ്ട് ഇനി വീണ്ടും അധികാരമില്ല UDF-ന് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ LDF-ലേക്ക് പോകും. LDF-ലേക്ക് ചെന്നാലോ വലിയ സ്വാഗതമാണ് കിട്ടുക. അപ്പോൾ വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ കൊടുത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ സ്വീകരിക്കാൻ CPM തയ്യാറാവും. കാരണം CPM-നെ സംബന്ധിച്ച് മുങ്ങുന്ന കപ്പലാണെന്ന് അവർക്കറിയാം. അന്ധചിത്രം കൊണ്ട് തകർന്നു പോയിരിക്കുന്നു എന്നും അവർക്കറിയാം. അപ്പൊ അതുകൊണ്ടൊരു നിലനിൽപ്പിന് വേണ്ടിയുള്ള അന്തിമ പോരാട്ടത്തിൽ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ ലീഗിനെ ഇടതുപക്ഷത്തേക്ക് സ്വീകരിക്കാൻ അവർ മടിക്കില്ല. ഇനിയിപ്പോൾ UDF-ന് ഭൂരിപക്ഷം കിട്ടിയിരിക്കട്ടെ. UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും മുസ്ലിം ലീഗിന് പരമാവധി കിട്ടുന്ന ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം മാത്രമാണ്. അങ്ങനെ അവിടെ നിലനിർത്തുന്നതിന് പകരം മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ അവർ തയ്യാറായി കൂടായികയുമില്ല. കാരണം ലീഗിന്റെ പിന്നിൽ വളരെ ശക്തമായിട്ടുള്ള 4 ഇസ്ലാമിക ശക്തികളാണ് ഉള്ളത്. സമസ്ത EK വിഭാഗം, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന EK വിഭാഗമുണ്ട്. മർക്കസില് AP വിഭാഗം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന വിഭാഗമുണ്ട്. മുജാഹിദ് വിഭാഗം എന്ന് പറയുന്ന TP അബ്ദുള്ള കോയയുടെ വിഭാഗമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി P മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലുണ്ട്. അങ്ങനെ 4 ഇസ്ലാമിക ശക്തികളാണ് ഈ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ പുറകിലുള്ളത്. ഇവർ 4 പേരുടെയും പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ആവശ്യത്തിന് മന്ത്രിമാരെ കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് ആവശ്യത്തിനുള്ള വകുപ്പുകൾ അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ UDF-നെ വിട്ട് LDF-ലേക്ക് മാറി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗ് മടിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ UDF വലിയ മനപ്പായസം ഉള്ളതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ചിലപ്പോൾ ഈ മണ്ണും ചാരി ഇരുന്നാൽ പെണ്ണുകൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഇടതുപക്ഷം ചിലപ്പോൾ മന്ത്രിസഭ ഉണ്ടാക്കും. ഭൂരിപക്ഷം ഉണ്ടെങ്കിലും UDF-ന്റെ കൂടെയുള്ള മുസ്ലിം ലീഗ് ചാടി ഇടതുപക്ഷത്ത് ചെന്ന് മുഖ്യമന്ത്രിയാകാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കേരളത്തിലെ ഈ സമവാക്യങ്ങളെ ഒക്കെ തെറ്റിക്കുന്ന ഒരു വലിയ സർക്കസ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് അവർ പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞത്, ഞങ്ങൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പിടിവാശി പിടിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ തന്നെ തീരുമാനമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി പിടിവാശി പിടിക്കേണ്ട കാര്യമില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടിക്കഴിഞ്ഞു. ഒരുപക്ഷെ സ്പീക്കറോ വിപ്പോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് സമയത്തെ അറിയാൻ പറ്റൂ. അപ്പൊ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഭരണം ഇടതുപക്ഷത്താണെങ്കിലും വലതുപക്ഷത്താണെങ്കിലും മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ അത് ശരിക്കും അവരുടെ ഒരു കഴിവല്ലേ? ശരിക്കും സംഘടിതമായ വോട്ടുള്ള ആർക്കും
ഇനി കേരള രാഷ്ട്രീയത്തെ എങ്ങോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സംഘടിതമായ വോട്ട് അതൊരു 25% അല്ലെങ്കിൽ അതിന് മുകളിൽ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള 75%-നെ വരച്ച വരയിൽ നിർത്താനും വെട്ടിയ വഴിയെ കൊണ്ടുപോകാനും ഇസ്ലാമിക വോട്ട് ബാങ്കിന് തീർച്ചയായിട്ടും സാധിക്കും. അത് കേരളത്തില് EMSന്റെ കാലം മുതൽ തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ സാക്ഷാൽ EMSന്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആദർശമൊക്കെ മുറുകെ പിടിച്ചിരുന്ന കാലത്ത് പോലും അവർ മലപ്പുറം ജില്ല കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ EMSന്റെ കാലത്ത് മലപ്പുറം ജില്ല കൊടുത്തുകൊണ്ട് ആരംഭിച്ച ഈ പ്രീണന പരിപാടി ഇപ്പോൾ പിണറായി വിജയന്റെ കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് കൂടുതൽ വിപുലീകരിക്കാനാണ് സാധ്യത. കാരണം ഇടതുപക്ഷത്തിനും അധികാരം വേണം, മുസ്ലിം ലീഗിനും അധികാരം വേണം. അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും കൂടി UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും അതിനെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷ ഭരണം വീണ്ടും വരാനാണ് സാധ്യത. ശരിക്കും അത് അവരുടെ ഒരു കഴിവല്ലേ? സംഘടിത വോട്ട് ബാങ്ക് ആകുക എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു കഴിവല്ലേ? മറ്റു വിഭാഗങ്ങൾ ആകാത്തത് അത് അവരുടെ ദുർബലതയല്ലേ? തീർച്ചയായിട്ടും അതെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ പറഞ്ഞ 4 വിഭാഗം ഇസ്ലാമിൽ കൂടാതെ മറുവശത്ത് NSS ഒരു സംസ്ഥാന അടിസ്ഥാനത്തില് ഒരു നേതാവുണ്ട്, ഒരു സംഘടനയുണ്ട്. SNDP സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു സംഘടനയുണ്ട്, നേതാവുണ്ട്. അതായത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി. പക്ഷേ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ ശ്രദ്ധിച്ചു നോക്കൂ. 13 ക്രൈസ്തവ സഭകൾ കേരളത്തിൽ പ്രബലമായിട്ടുണ്ട്. പക്ഷെ ഈ 13 എണ്ണത്തിന് ഒരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ 32 നേതാവിനെ കാണിക്കാൻ പറ്റും. ഓരോ ബിഷപ്പും ഓരോ നേതാവാണ്. കേരളത്തിലെ ക്രൈസ്തവ നേതാവായിട്ടുള്ള ബിഷപ്പ് ആരാണ്, ആർച്ച് ബിഷപ്പ് ആരാണ്, കർദിനാൾ ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഇത്രമാത്രം പരസ്പരം അകന്ന് തമ്മിൽ തല്ലി ഓരോരോ കേരള കോൺഗ്രസും ഉണ്ടാക്കി മന്ത്രിമാരെയും PSC മെമ്പർമാരെയും വീതം വെച്ച് തങ്ങൾ ഓരോരുത്തരുടെയും സ്കൂളും കോളേജും മറ്റു താല്പര്യങ്ങളും സംരക്ഷിച്ച് തമ്മിലടിച്ച് തകർന്ന് പല വഴിയായിട്ട് നിൽക്കുന്ന ക്രൈസ്തവ വോട്ട് ബാങ്കും NSS SNDP എന്ന 2 പ്രബല സമുദായങ്ങൾക്ക് താഴെ വിശ്വകർമ്മ സഭയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും ഉൾപ്പെടെ 316 സമുദായ സംഘടനകൾ വിഘടിച്ച് നിൽക്കുന്ന ഹിന്ദുവും അങ്ങനെ തമ്മിൽ തല്ലി നിൽക്കുമ്പോൾ ഇസ്ലാമിക ശക്തി 4 പ്രബല സമുദായങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്നത് അവരുടെ ഒരു വലിയ കഴിവ് തന്നെയാണ്. അതിന്റെ പേരാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. അതായത് ഇസ്ലാമിക മത തത്വശാസ്ത്രം ഭരണകൂടത്തെ കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് പൂർണ്ണമാവുന്നത്. ഇപ്പോ ക്രിസ്ത്യാനിക്കാണേലും ഹിന്ദുവിനാണെങ്കിലും ഭരണം പിടിച്ചെടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോ അവർ ക്ഷേത്രങ്ങൾ തകർത്തില്ല. അവര് ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ട് ഹിന്ദുവിനെ തകർത്തുകൊണ്ട് ഇവിടെ ഒരു മതഭരണം സൃഷ്ടിച്ചില്ല. ഒരു കോളനി ഉണ്ടാക്കി അത്രയേ ഉള്ളൂ. പക്ഷെ മുഗളന്മാര് വന്നപ്പോ അങ്ങനെയല്ല, ടിപ്പു വന്നപ്പോ അങ്ങനെയല്ല, ഹൈദരാലി വന്നപ്പോ അങ്ങനെയല്ല. അവര് ക്ഷേത്രങ്ങൾ തകർത്ത് ഹിന്ദുക്കളെ മതം മാറ്റി ജസിയ എന്ന നികുതി ചുമത്തി ഒരു മതഭരണം സൃഷ്ടിക്കുകയായിരുന്നു. അതേ കാര്യം തന്നെയാണല്ലോ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പാകിസ്ഥാൻ വേണം, ബംഗ്ലാദേശ് വേണമെന്ന് കണക്ക് പറഞ്ഞ് ഇന്ത്യ വിഭജനം നടത്തി ആ രാഷ്ട്രീയ ലക്ഷ്യം നേടി. ഇപ്പൊ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഞങ്ങൾക്ക് 25%-ലധികം വോട്ട് ബാങ്ക് ഉണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനവും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അധികാര സ്ഥാനങ്ങളും ഞങ്ങൾക്ക് തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മുന്നണിയെ ഞങ്ങൾ തകർക്കും എന്ന രീതിയിലുള്ള ഒരു ഭീഷണി മുസ്ലിം ശക്തികളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു മുന്നണി LDF അല്ല, UDF അല്ല. അപ്പൊ UDF-ഉം LDF-ഉം അതിന് കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു, പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ ഈ സമീപകാലത്ത് ഇതൊക്കെ സാധിക്കും. അപ്പോ മുസ്ലിം ലീഗ് എത്ര മന്ത്രിമാരെ വരെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു മന്ത്രിസഭ രൂപീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 7ാം മന്ത്രി വരെ ആയിരിക്കുമോ? 7ാം മന്ത്രി മാത്രമല്ല, സ്പീക്കറും ചീഫ് വിപ്പും ചോദിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ PSC അംഗങ്ങളിൽ 3-1 ചോദിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ 20 യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരിൽ പകുതിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ചോദിക്കുന്നതിന് മുമ്പേ കൊടുക്കാൻ പരസ്പരം മത്സരിക്കുന്ന LDF-നെയും UDF-നെയും ഇവിടെ കാണാവുന്നത് കൊണ്ട് സമഗ്രാധിപത്യത്തിലേക്ക് വരാൻ ഉള്ള സാധ്യതയാണുള്ളത്. ഇതിനെ ചോദ്യം ചെയ്യാൻ അത് തെറ്റാണെന്ന് പറയാൻ മറുവശത്ത് നിൽക്കുന്നവർക്ക് ഒട്ടും കരുത്തുമില്ല. അതുകൊണ്ട് 13 ക്രൈസ്തവ സഭകൾക്കും 316 ഹിന്ദു സമുദായ സംഘടനകൾക്കും ഇസ്ലാമിന്റെ ശക്തമായ വിലപേശലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത.